കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ഏത് പ്രതികൂലത്തിന്റെ അകത്ത് നിങ്ങൾ കടന്നു പോയാലും, എത്ര ഭയാനകമായ വിഷയമാണെങ്കിലും ഇന്ന് ഉറപ്പായിട്ടും ഞാൻ പറയുന്നു, ദൈവം ഈ വചനം അയച്ച് നിങ്ങൾക്ക് അത്ഭുതവും വിടുതലും ചെയ്യുക തന്നെ ചെയ്യും. പലപ്പോഴും നമ്മുടെ പ്രതിസന്ധിക്കകത്ത് നമ്മൾ തളർന്നു പോകുന്നതിന്റെ കാരണം നമ്മുടെ അകത്ത് ഉണ്ടാകുന്ന മാനുഷിക ചിന്തകളാണ്, ഭയചിന്തകളാണ്. ഒരു കാര്യം ഞാൻ പറയാം, ദൈവം കൂടെയുണ്ട് കേട്ടോ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, കർത്താവ് കൂടെയുണ്ട്. 2 കൊരിന്ത്യർ അതിന്റെ 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. നോക്കിക്കേ, വാക്ക് ബൈ ഫെയ്ത്ത് നോട്ട് ബൈ സൈറ്റ്. വിശ്വാസം എന്ന് പറയുന്നത്, എബ്രായ ലേഖനം പറയുന്നു, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ബൈബിൾ വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ വലിയ സങ്കടത്തോടെയോ വേദനയോടെയോ പ്രതികൂലത്തിലോ ഒക്കെ ആയിരുന്നുകൊണ്ട് വചനം വായിക്കും. പെട്ടെന്ന് കിട്ടുന്ന വാക്യം ഇതായിരിക്കും, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവമാകുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു വചനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ഈ വചനം ലഭിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, എൻ്റെ സാഹചര്യം വേറെ, വചനം വേറെ. അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും വചനം എടുക്കും, അല്ലേ? അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ചിലപ്പം, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് പല വചനങ്ങൾ വരും. മനസ്സുകൊണ്ട് പറയാറില്ല, ദൈവമേ എൻ്റെ സാഹചര്യം വേറെ, കിട്ടുന്ന വചനം വേറെ. ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോണം, നിങ്ങളുടെ സാഹചര്യമല്ല ദൈവത്തിന്റെ പദ്ധതി. നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യമല്ല ദൈവത്തിന്റെ പദ്ധതി. ദൈവം തന്റെ വചനത്തെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമാക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ എൻ്റെ വിശ്വാസം എന്താണ്? കാണുന്ന സാഹചര്യമല്ല. കാണുന്ന സാഹചര്യം വേദനിപ്പിക്കുന്നതായിരിക്കാം, നൊമ്പരപ്പെടുത്തുന്നതായിരിക്കാം, അസാധ്യതകളായിരിക്കാം, രോഗമായിരിക്കാം, ഏതും ആയിക്കോട്ടെ. പക്ഷെ കാണാത്ത കാര്യം എന്താ? ഇപ്പൊ എൻ്റെ ലൈഫിൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതില്ല, പക്ഷെ വിശ്വാസത്താൽ ഞാൻ കാണുന്നു. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്, വചനം പറഞ്ഞതുപോലെ, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ ഇന്ന് വരെ തോന്നിയിട്ടില്ലാത്തത്. അപ്പൊ ഇതെങ്ങനെ മനസ്സിലാക്കും? വചനം കേൾക്കണം, വചനം പറയണം. ഇതാണ് എൻ്റെ ലൈഫ്, ഇതാണ് എൻ്റെ ഫ്യൂച്ചർ, ഇതാണ് എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. ബലത്തോടെ പറയണേ, സങ്കടത്തോടെയല്ല കേട്ടോ. ഒരു നടന്നാൽ മതിയായിരുന്നു എന്നല്ല, ഇതേ നടക്കത്തുള്ളൂ. വിശ്വാസം എന്നത് കാണാത്ത കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നതാണ്. ഇന്നു മുതൽ ധൈര്യപ്പെടണം, സങ്കടമൊക്കെ മാറ്റി വെച്ചിട്ട് പറയണം, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും, എൻ്റെ ദൈവത്താൽ ഈ പ്രതികൂലത്തെ ഞാൻ മറികടക്കും. എന്താ തെളിവ്? ചിലപ്പോൾ കേൾക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും, എന്താ തെളിവ്? വചനം, ദൈവം, വിശ്വാസം. ഇതെൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, കാഴ്ചയാലല്ല ഞങ്ങൾ വിശ്വാസത്താൽ അത്രേ നടക്കുന്നത്. കാണുന്നതെല്ലാം താൽക്കാലികം. സഭാപ്രസംഗിയിൽ ഇങ്ങനെ പറയുന്നു, ഇതെല്ലാം മായയാണ്, മാഞ്ഞു പോകുന്നതാണ്, വാനിഷ് ആകാൻ നിൽക്കുന്നതാണ്. നിലനിൽക്കുന്നതോ പുല്ലുണങ്ങും പൂവാടും, ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. ഞാനൊരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണേ. സ്വർഗീയ നല്ല പിതാവേ, രോഗികളായി ഭാരപ്പെടുന്നവരെ രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച് ഇന്ന് സൗഖ്യം നടക്കും, ഇന്ന് അത്ഭുതം നടക്കും, ഇന്ന് വേദന മാറും, ഇന്ന് രോഗം നിങ്ങളെ വിട്ട് മാറും. എൻ്റെ യേശുവേ, കർത്താവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ, എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ശാലിനിയുടെ ഭവനത്തിൽ ദൈവം സമാധാനത്തെ കൊണ്ടുവരാൻ വേണ്ടി പോവാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ കൈയെടുത്ത് വെച്ചാട്ടെ, വേദനയുള്ള ഭാഗത്ത് കൈവച്ചാട്ടെ. ഇപ്പൊ പറഞ്ഞിട്ട് എൻ്റെ യേശു, കാണുന്നത് വേദനയാണ്, റിപ്പോർട്ട് നോക്കിയാൽ നിങ്ങൾ രോഗമാണ്, മാറത്തില്ല, ലൈഫ് ലോങ് നിങ്ങളുടെ കൂടപ്പുറപ്പായിട്ട് രോഗം നിൽക്കും. യേശു പറയുന്നു, വചനം പറയുന്നു, കർത്താവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. പറഞ്ഞ് യേശുവിന്റെ രോഗത്തെ വഹിച്ചു, കർത്താവിന്റെ വേദന ചുമന്നു, കർത്താവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. അൽഫോൻസ എന്ന് പറയുന്ന ഒരു തലമുറയിനെ ദൈവം തൊടുക. ആ തലമുറയുടെ പേരാണ് അൽഫോൻസ. ആ കുടുംബത്തിലെ ആ മകളെ ദൈവം പൊതിയുന്നു. അവളെ ഓർത്ത് ഭാരപ്പെടേണ്ട, അവളുടെ ഭാവി ദൈവത്തിന്റെ കരത്തിൽ സുരക്ഷിതമാണ്. ഇന്ന രോഗങ്ങളെ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ഹീലിംഗ് പവർ ബോഡിയിലേക്ക് വ്യാപരിക്കുക. ഇപ്പോൾ ഈ നിമിഷം ആ വേദനകൾ വിട്ടുമാറുന്നു. ശരീരത്തിൽ ബൾജ് നിൽക്കുന്ന മുഴകൾ ചുങ്ങിപ്പോകുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ കാണുന്നൊരു കാഴ്ച, അസ്ഥി രോഗങ്ങൾ സൗഖ്യമാകുക. തേയ്മാനങ്ങൾ യേശുവിന്റെ നാമത്തിൽ കൈമാറ്റരുത്. ഹീലിംഗ് പവർ അവിടെ മൂവ് ചെയ്യുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പൂർണ്ണ സൗഖ്യം. ചെറിയ ആശ്വാസമല്ല, കുഴപ്പമില്ലെന്നല്ല, പൂർണ്ണ സൗഖ്യം സംഭവിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കേരളത്തിൽ നിവിൻ എന്ന് പറയുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം പറയാം. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്നുള്ളത് കർത്താവ് ഒരു ഫാമിലിയുമായിട്ട് തങ്കച്ചൻ എന്ന് പറഞ്ഞൊരു പേര്, ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുക. വളരെ സങ്കടമാണ് ആ ഭവനത്തിൽ എപ്പോഴും.
ഇന്ന് തങ്കച്ചൻ്റെ ഭവനത്തിൽ സ്ഥലവുമായി ബന്ധപ്പെട്ട ഞാൻ 7 പറയുന്ന ഒരു സംഖ്യ കണ്ടുകൊണ്ട് ഒരു കൺഫർമേഷൻ ആ ഭവനത്തിൽ ആരുമായിട്ട് ബന്ധപ്പെട്ട 7 എന്ന് പറഞ്ഞൊരു നമ്പർ കാണുക. ഒരു സൈനാ ദൈവം. നിങ്ങളെ തന്നെയാണ് കർത്താവ് കാണുന്നുള്ളൊരു സൈനാണ്. ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പൊ അത്ഭുതമായി തീരട്ടെ. ബ്ലസ് ചെയ്യുന്നു ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ ശോശാമ എന്ന് പറയുന്ന ഒരു മാതാവിൻ്റെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. അവിടെ ഞാൻ ബേബി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക. ഇവ രണ്ടുപേരുടെയും ഇടയിൽ ഞാനൊരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയത്തെ കർത്താവ് അത്ഭുതമാക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. അന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു പ്രിയരെ. കർത്താവിന്റെ വലിയ പ്രവൃത്തിയാൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കും. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. അനേകർക്ക് ഇത് അയച്ചു കൊടുക്കണം. കാര്യം അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി കാണാൻ